നേരത്തെ ജിജി ജോസഫിനോട് ചോദിച്ചത്, ജിജി ജോസഫ് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ തട്ടകമായി വയനാട് മാറുന്നു എന്നുള്ളതാണ്. BJP ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഒരു സീറ്റ് കിട്ടി എന്നതിനേക്കാൾ ഉപരിയായി 20% വോട്ടുകളിലേക്ക് BJP NDA എത്തുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പ് തന്നെയാണത്. പക്ഷേ ആ BJPയുടെ പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ഒരു നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീപ്പൊരി നേതാവ് ഈ സംസ്ഥാനത്ത് വരുമ്പോൾ വീണ്ടും മത്സരം LDF UDF എന്ന നില ദ്വന്ദ്വത്തിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത് ജിജി ജോസഫ്? BJP ആശങ്കപ്പെടണ്ടേ? എന്ത് തീപ്പൊരി നേതാവ്? ബിനോയ് പോലുള്ള അദ്ദേഹം പറഞ്ഞു, റായ്ബറയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു വാരാണസിയിൽ നരേന്ദ്രമോദിയെ വരെ തോൽപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുമായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വയനാട് രാജിവെക്കുന്നത്? റായ്ബറേലി രാജിവെക്ക്, എന്നിട്ട് അവിടെ UP ഇപ്പൊ മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ടിരിക്കല്ലേ? അവിടെ മത്സരിക്കാൻ എന്ത് ചങ്കൂറ്റമില്ലാത്ത? എന്തിനാണ് ഓടിക്കഴിച്ച് കേരളത്തിലേക്ക്? 80 സീറ്റുകളുള്ള UPയിലെ 43 സീറ്റുകൾ നേടിയിട്ടാണ് SP കോൺഗ്രസ് മുന്നേറ്റം. ആ സംസ്ഥാനത്തിനോട് രാഷ്ട്രീയ പേടിയോ? എന്ത് പേടി? രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ കിട്ടിയത് 3,90,000. എന്റെ സാർ, അതൊന്നും അല്ല എന്റെ പ്രശ്നം. ഇവിടെ ആകുമ്പോ ലീഗിന്റെ വോട്ടുണ്ട്. ലീഗിന്റെ വോട്ട് അത് ബൾക്കായിട്ട് കിടക്കുകയാണ്. ആ വോട്ട് ആകെ 4 മണ്ഡലത്തില് ഞാൻ പറയട്ടെ, 4 മണ്ഡലം താഴെയാണ്. അതിൽ 3 മണ്ഡലം മലപ്പുറം, 1 മണ്ഡലം നമ്മുടെ കോഴിക്കോട്, പിന്നെ 3 വയനാട് ജില്ലയിലുള്ളതാണ്. പക്ഷേ ലീഗിന്റെ വോട്ടിന്റെ ഒരു ബേസ് കൊണ്ട് ലീഗുകാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ലീഗുകാര് MP-മാരുണ്ട്, ലീഗ് അല്ലാത്ത MLA-മാരുണ്ട്, അവർക്ക് സംഘടനാപരമായ ശേഷിയുണ്ട് മലപ്പുറം ജില്ലയില്. അതെല്ലാം വെച്ച് അവരുടെ ലീഗുകാർക്കൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷെ വയനാട്ടിലുള്ളവർക്ക്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വയനാട്ടിലുള്ളവർക്ക് അവർക്കൊരു കാര്യം നടക്കുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. അതുകൊണ്ടാണല്ലോ മാനന്തവാടി ബിഷപ്പ് പറഞ്ഞത്, ഞങ്ങളെ അറിയുന്ന വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്തിട്ട് ആളുകളെ ചർച്ചയിൽ നിന്ന് അകറ്റേണ്ട.